കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും ഹൈവേകളിലും വെള്ളം കയറി പുഴകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അഞ്ചരക്കണ്ടിയിൽ കെട്ടിടത്തിൻ്റെ മതിൽ ഇടിയുകയും മട്ടന്നൂരിൽ കാർ മുങ്ങിപ്പോവുകയും ചെയ്തു. കണ്ണൂർ താഴെചൊവ്വയിൽ പല വീടുകളിലും വെള്ളം കയറി. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. കനത്ത മഴ തുടരുന്ന കണ്ണൂരിൽ കാർ വെള്ളത്തിൽ മുങ്ങി. മട്ടന്നൂർ കൊട്ടാരം പെരിയത്താണ് സംഭവം. കർണാടക രജിസ്ട്രേഷൻ കാറാണ് മുങ്ങിയത്. വെള്ളം കയറിയ റോഡിലൂടെ ഓടിച്ചുപോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന രണ്ടുപേരും രക്ഷപ്പെട്ടു. അതിനിടെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ കെട്ടിടത്തിൻ്റെ മതിലിടിഞ്ഞ് അപകടമുണ്ടായി. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അഞ്ചരക്കണ്ടി ടൗണിലെ കെട്ടിടത്തിൻ്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. കുട്ടികൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അതേസമയം കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പരിയാരം എംബേറ്റിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. മഴ ശക്തമായതോടെ ദേശീയപാത പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. ഇരുവശങ്ങളിലും വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതാണ് വെള്ളക്കെട്ടുണ്ടാകാനുള്ള പ്രധാന കാരണം. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത നിലയിലാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. മോട്ടോറടിച്ച് വെള്ളം വറ്റിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ആറളം ഫാമിലേക്ക് പോകുന്ന പാലം മലവെള്ളപ്പാച്ചിലിൽ മുങ്ങി. കണ്ണൂർ കക്കാട് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചെങ്ങളായി, ശ്രീകണ്ഠാപുരം, പൊടിക്കുളം എന്നിവിടങ്ങളിലും വെള്ളത്തിനടിയിലാണ്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അമൃത ന്യൂസ്, കണ്ണൂർ.